ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബക്രീദൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് മട്ടൻ വാങ്ങാമെന്ന് വിചാരിച്ചു പോയതാ. മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് ഇച്ചിരി നേരം അവളുടെ അടുത്തിരുന്ന് കളിച്ചു. വേറെ ആരും കളിക്കാനൊന്നുമില്ല, ഞാൻ തന്നെ കളിക്കുന്നതും. ഇനി നമുക്ക് മട്ടൻ തയ്യാറാക്കാം. മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് വറ്റൽ വാങ്ങിയായിരുന്നു. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അന്നേരം തന്നെ വറുത്ത് കൊടുക്കാത്തത് കൊണ്ട് പിണങ്ങിയിരിക്കുക. സവാളയും കൊച്ചുള്ളിയും ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം.
മസാലയൊക്കെ ചേർത്ത് കുക്കർ മൂടി വെച്ചു. ഞാനൊരു പഴയ കഥ പറയാം കേട്ടോ. അത് ഈ അവസരങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു മുസ്ലിം ഫാമിലി ഉണ്ട്. അവരാണെങ്കിൽ ഇതുപോലുള്ള അവരുടെ ആ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ ഒന്നും വയ്ക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ വയ്ക്കുന്ന എല്ലാ ആഹാരങ്ങളും കൊണ്ടുവന്ന് നമുക്ക് തരും. അങ്ങനെയാണ് ആ ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഓണത്തിനും വിഷുവിനും ഒക്കെ അവർക്കും അതുപോലെ തിരിച്ചും അതുപോലെ തന്നെ ചെയ്യും. നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. എൻ്റെ ചെറുതിലെയാണ് കേട്ടോ. ഈ കൊണ്ടുവരുന്ന ആഹാരങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറട്ടിയും മട്ടൻ കറിയാണ് കേട്ടോ. എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആ വീട്ടിലുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം മുഴുവനും ഞാൻ ആ വീട്ടിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിലും ഞാൻ കളിക്കാനൊക്കെ പോകുന്നത് അവിടെയാണ്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ അങ്ങ് പോയി. പിന്നെ അവരെ ആരെയും കണ്ടിട്ടേ ഇല്ല. അന്ന് മുതലേ ആ ടേസ്റ്റ് ഇങ്ങനെ എൻ്റെ നാവിൽ തന്നെ നിൽപ്പുണ്ട്. ഞാൻ എത്രയൊക്കെ ഇനി എങ്ങനെയെല്ലാം മട്ടൻ കറി വെച്ചാലും അതുപോലെ ആകത്തേയില്ല. ഈ മുസ്ലിംസിൻ്റെ കറികൾക്കുണ്ടല്ലോ, അതൊരു ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ വെച്ചാലൊന്നും പറ്റത്തില്ല. ഇവരുടെ ആചാരങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ മുമ്പും ഭീമാപള്ളിയിലും പിന്നെ ആലങ്കോട്, ആറ്റിങ്ങൽ കഴിഞ്ഞ് ആലങ്കോട് ഒരു പള്ളിയുണ്ട്, കടുവയിൽ പള്ളി, അവിടെയും പോകും, നേർച്ചകളൊക്കെ ചെയ്യും. അത് ഇപ്പോഴും അങ്ങനെ ചെയ്യും കേട്ടോ. ഈ 2 സ്ഥലത്തും ഞങ്ങൾ പോകാറുണ്ട്. എനിക്ക് ജാതിയും മതവും അങ്ങനൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരമ്മ മക്കളെ പോലെ. എനിക്ക് അബുദാബിയിൽ പള്ളിയിൽ ഒരു നേർച്ച കിടപ്പുണ്ട്. ഒരു നിസ്കാരപ്പായ വാങ്ങിക്കൊടുക്കണം. അത് എന്നെങ്കിലും പോയി അത് ചെയ്യണം എനിക്ക്. എൻ്റെ ഈ മട്ടൻ കറിക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തതാണ്. എന്നാലും ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കും. അതൊരു പൊടിക്കയ്യ. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു വേറൊരു മണവും വരും. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഒറട്ടിക്കുള്ള മാവ് തയ്യാറാക്കിയ ഞാൻ അങ്ങനെ നമ്മുടെ ഒറട്ടിയും മട്ടൻ കറിയും റെഡിയായി. മോൾക്ക് ഒറട്ടി വേണ്ട, ഇച്ചിരി നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു. നൂഡിൽസിന് വേണ്ടി ഇങ്ങനെ എൻ്റെ പുറകെ ശല്യം ചെയ്തുകൊണ്ട് നടന്നു. ഞാൻ പിന്നെ അത് ഉണ്ടാക്കി കൊടുത്തു. അതിൽ മസാല വേറൊന്നും ഇടത്തൊന്നുമില്ല. മട്ടൻ കറിയുടെ ചാറങ്ങോട്ട് അതിലോട്ട് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുക. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത ഒരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.